സിനിമയെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ശരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണൊക്കെ ശരിക്കും ഞെട്ടിത്തിരിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താങ്ക്സ് പറയേണ്ട എസ്ക്യൂബിനോടാണ്. കാരണം അവർ മൂന്നും മക്കൾ അത് റിലീസ് ചെയ്യാനൊരു എഫേർട്ട് ഉണ്ടല്ലോ. അത് തിയേറ്ററിൽ ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ ചെറിയ ഡൗട്ട്. പക്ഷേ ഒരു പ്രശ്നവുമില്ല. യങ്സ്റ്റേഴ്സൊക്കെയാണ് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നത് തിയേറ്ററിൽ. അതിന് മമ്മൂക്കാൻ്റെ പെർഫോമൻസ്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവരുടെ ബാനറിൽ എനിക്കൊരു സിനിമ ജാനകി ലക്ഷ്മീൻ്റെ ബാനറിൽ ചെയ്ത് എസ്ക്യൂബിൻ്റെ ബാനറിൽ ചെയ്ത സിനിമയാണ്. എന്നെ സംബന്ധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും ഭയങ്കര ഞെട്ടിപ്പോയി. സൗണ്ടിങ് മമ്മൂക്കൊക്കെ എൻ്റെ അമ്മ എന്ത് രസമെന്ന് പറയാം. ശബ്ദം എല്ലാവരും അറിയാം. സ്കോറിങ്ങും അതെ. ക്യാപ്റ്റൻ രാജാലൊക്കെ എന്ത് രസമാണ്. അതെ അതെ. ഡയലോഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പോർഷനിലും. അയ്യോ, കാരണം അന്ന് കണ്ട സിനിമയാണ്. പക്ഷെ അന്ന് നമ്മളിത്രയും ഇതില്ല. പക്ഷെ ഇന്നത് കാണുമ്പോഴേ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ കണ്ടത്. പക്ഷെ സൂപ്പർ. എല്ലാവരും കാണും. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും വന്ന് കാണും. താങ്ക് യു. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പലതവണ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും എല്ലാ സിനിമയും സ്നേഹിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ തീർച്ചയായിട്ടും വന്ന് മലയാള സിനിമയുടെ ഒരു ക്ലാസിക് മൂവിയാണ് വടക്കൻ വീര. തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ്. അപ്പോൾ പുതിയ ജനറേഷനും ന്യൂജനും പിള്ളേരൊക്കെ ആരാണ് മമ്മൂക്ക എന്താണെന്നൊക്കെ വന്ന് കാണട്ടെ. വലിയൊരു സക്സസ്സായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മൂക്ക അന്നും ഇന്നുമൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുന്നു. സുരേഷ് ഗോപി എല്ലാവരും എല്ലാം കൊണ്ട് നല്ലൊരു സിനിമ. ഈ സൗണ്ടിങ് ഒക്കെ ബ്യൂട്ടിഫുൾ. അത് ഇന്നും ആ പഴയ ഇതിലുമൊക്കെ മാറി വളരെ ഒരു എക്സ്ട്രീംലി ആ ഒരു ന്യൂ ട്രെൻഡിലൂടെ സംഗതി ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സൗണ്ട് എഫക്റ്റുകാരൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അന്നും ഇന്നും ഒരേപോലെ. അതാണ് ഏറ്റവും വലിയ. അതെ അതെ. അന്തം മുട്ടുപോയി. ഇന്നെടുക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് അന്നെടുത്തിരിക്കുന്നു. കുഴപ്പമായിട്ടും കാര്യങ്ങൾ ഗംഭീരമായി വന്നിട്ടുണ്ട്. അതെ അതെ. സുരേഷും അവർ അന്നും ഹീറോ ആണ്, ഇന്നും ഹീറോ ആണ്. വളരെ സന്തോഷമായി. നല്ല പടം മുഴുവനായി കാണും. ഇതിൽ പല പല പോർഷൻസായിട്ട് കണ്ട്. പക്ഷെ ഇത് വലിയ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും നല്ല ക്ലാരിറ്റിയോടെ വിഷ്വൽ മാത്രമല്ല, എനിക്ക് വിഷ്വലോളം ഇഷ്ടപ്പെട്ടതിൻ്റെ സൗണ്ടാണ്. നമുക്കവിടെ സൗണ്ടൊക്കെ ഇത്രയും ഗാംഭീര്യത്തോടെ വീണ്ടും നമുക്ക് സ്ക്രീനിൽ കേൾക്കാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ഗംഭീര സിനിമ, ഗംഭീര എക്സ്പീരിയൻസ്. നമ്മളെല്ലാവരും ഇത് ഒരു ലെജൻഡിന് നമ്മൾ MP സാറിൻ്റെ വർക്ക് നമ്മൾ വീണ്ടും ബിഗ് സ്ക്രീനിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മൂമെൻറ്റാണ്. എല്ലാവരും കാണുക, ആ എക്സ്പീരിയൻസ് റീലിവ് ചെയ്യുക. ഇപ്പോഴത്തെ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സിനിമയിൽ എന്ന് പറയുന്നതാണ് ഒരു നടനുള്ള രീതിയിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ പാർട്ടി പിള്ളേരെക്കാൾ കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത് അതാണ്. മമ്മൂക്കയുടെ മാത്രമല്ല, സുരേഷ് പെർഫോമൻസ് ആയാലും ക്യാപ്റ്റൻ രാജ്, മാധവൻ, ഗീത, അങ്ങനെ ഇതിനകത്തുള്ള സീരിയൽ ക്യാരക്ടേഴ്സും മെയിൻ ആക്ടേഴ്സും എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന രീതി, അവരുടെ ഡയലോഗ് എങ്ങനെയാണ് ഡെലിവർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു അത് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് നമ്മളെ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യുന്നത്. പിന്നെ ഈ കഥയിലൊരു കോംപ്ലക്സിറ്റി, ചന്തുവിൻ്റെ വിഷമങ്ങളും ചന്തുവിൻ്റെ അദ്ദേഹം കടന്നു പോകുന്ന ആ സംഘർഷങ്ങളൊക്കെ സ്ക്രീനിൽ കണ്ടപ്പോഴാണ്. അന്ന് കുട്ടിക്കാലത്ത് കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അതാണ് എനിക്ക് അതിൽ എക്സൈറ്റിംഗ്. അരുൺചന്ദ് ഉണ്ട്. ഞാനും എക്സ്പെക്ട് ചെയ്യുന്നു യൂണിവേഴ്സിറ്റി.